ഹേ ഹലോ വീഡിയോയ്ക്കകത്ത് കണ്ട പോലെ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. രാവിലെ തന്നെ ദോശ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. റാഗി ദോശ, അരിദോശ. ഇശാങ്കുട്ടനാണ് അരിദോശ, ബാക്കിയുള്ളവർക്ക് റാഗി ദോശ. ഈ അരിമാവ് എത്ര എടുക്കുന്നോ അതിൻ്റെ സെയിം അളവിൽ റാഗിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റാഗി ദോശ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇശാങ്കുട്ടൻ രാവിലെ തന്നെ അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് തൂത്തുവാരിയൊക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കുള്ള പങ്കൊക്കെ തന്ന് ഇശാങ്കുട്ടനുള്ള പങ്കൊക്കെ കൊടുക്കാൻ പോകുന്ന പോക്കാണ്. അത് കഴിഞ്ഞ് ഇശാങ്കുട്ടനെ 10 മണി ആയപ്പോഴത്തേക്ക് അംഗൻവാടി വിടാനെല്ലാം റെഡിയാക്കി നിർത്തിയപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പറഞ്ഞു, അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഞാൻ പറയട്ടെ വീഡിയോയ്ക്കകത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരവ്, ധ്രുവ്, റിതി, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കുഞ്ഞിന്. അപ്പോഴത്തേക്ക് അമ്മ വിളക്കൊക്കെ കത്തിച്ച്. പിന്നെ ശങ്കുട്ടനെ വിട്ടിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഈ അണ്ണാൻകുഞ്ഞിൻ്റെ നല്ല കളികളുണ്ടായിരുന്നു. കാര്യം അമ്പലത്തിൽ 1/4 മണിക്കൂർ പോസ്റ്റായിരുന്നു നേദ്യം വെച്ചതുകൊണ്ട്. ഇതെൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതാണ്. എനിക്ക് വീഡിയോ എടുത്തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് എടുത്ത് തൃപ്തി അടയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നേരെ മണ്ണാർശാലയിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് കൂടുതലും മണ്ണാർശാലയിൽ പോകുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം പോകാൻ. ആ ഒരു വൈബ് ഒരു പ്രത്യേക വൈബാണ്. രാവിലെ പോകുന്നതിനേക്കാളും ഭയങ്കര രസമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ മണ്ണാർശാലയിൽ പോകുന്നത് നമുക്ക് മണ്ണാർശാല അമ്മയെ കാണാനും സാധിക്കുകയും ചെയ്യും. ഞങ്ങൾ എപ്പോഴൊക്കെ വൈകുന്നേരം പോയിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും വൈകുന്നേരമാണ് പോകുന്നത്. എപ്പോൾ പോയാലും അമ്മയെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും ഇവിടെ എന്ന് പറയുമ്പോൾ അമ്മ പറയും, നിങ്ങൾക്ക് അതൊരു ഭയങ്കര അനുഗ്രഹമാണല്ലോ എന്ന്. ഞങ്ങൾക്ക് എപ്പോഴും അമ്മയെ കാണാറുണ്ട്. ഞങ്ങളുടെ പോകുന്നതിലൊരു സന്തോഷം വരുന്നത് മണ്ണാർശാല അമ്മയെ കണ്ട് തൊഴുമ്പോഴും കൂടാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം നടന്ന് തൊഴുതുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രണ്ടിൽ പോകുന്ന അമ്മൂമ്മയുടെ സ്റ്റിക്ക് കണ്ടിട്ട് അവൻ അതേ പിടിക്കാനായിട്ട് നടക്കുന്നത്. പിന്നെ അച്ഛ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് കുഞ്ഞിന് കാര്യമൊക്കെ മനസ്സിലായി. പിന്നെ കുഞ്ഞാ കാര്യമൊക്കെ അങ്ങ് വിട്ടു കേട്ടോ. നടന്നങ്ങ് തൊഴുവാണ് ആശാൻ. ഈ കോളം കാണുമ്പോൾ നമുക്കെല്ലാം ഒരു നൊസ്റ്റാൾജിയാണല്ലേ. ഇതിലൊന്ന് എത്തി നോക്കാതെ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ പറ്റില്ല. 2 ആമക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ലല്ലേ. അവിടെ നിന്ന് തിരിച്ചു വരുന്നവരെ ഇലയും പൂവ് ഏതാണ്ടൊക്കെ കിട്ടി. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വരുവാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയി ദിശ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ ന്യൂലാൻഡിലോട്ടാണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ലോങ് വീഡിയോ ചാനലുണ്ട്, എല്ലാവരും കാണണേ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. നമ്മളിനി ഡെയിലി ലോങ് വീഡിയോയും ഷോർട്സും ഒക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ടാറ്റാ.